യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ് ഇതാ ഈ നിൽക്കുന്നത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് പാർട്ട് 2 ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് നമുക്ക് കുറച്ച് ലോഡ് വർക്കുണ്ട്, ഒരുപാട് കളക്ഷൻ കൊടുക്കാനുണ്ട്. ഈ വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ മെയിൻ റീസണും കൂടിയാണ് നമ്മളെ വർക്കിൻ്റെ ഒരു സ്റ്റൈല് എന്താണെന്നുള്ളത് കുറച്ച് ആൾക്കാർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം പോകാനുള്ളത് കോട്ടയ്ക്കാണ്. നമ്മൾ കോട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ഒരു മെയിൻ നൻപനാണ്, പേര് അഭിജിത്ത്. ഇത് നമ്മളെ രണ്ടാമത്തെ ഒരു നൻപനാണ്, പേര് സച്ചിൻ. ഓരോരുത്തരായിട്ട് ഞാനിങ്ങനെ വീഡിയോ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ പോയിട്ട് ഒരു ഫസ്റ്റ് റൗണ്ട് മീറ്റൊക്കെ കഴിഞ്ഞു. ഇന്നെന്താ പരിപാടി എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് റൗണ്ട് പ്ലാനിങ് അവിടെ നടന്നു. പക്ഷേ ഒരു പ്ലാനിങ്ങും വിചാരിച്ച പോലെ ഇതുവരെ നടന്നിട്ടില്ല. ഇന്ന് ഇതാ നൻപനൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, കോട്ടക്കൽ ചിലക്കൽ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് കുറച്ച് നേരം അവനെ അവിടെ വെയിലും കൊണ്ട് നിൽക്കേണ്ടി വന്നു. സാറില്ല, അവൻ്റെ കാര്യം നടക്കണ്ടേ. ശേഷം നമുക്ക് പുത്തനത്താണി ഒന്ന് പോകാനുണ്ടായിരുന്നു, അവിടെ ഒരു പേയ്മെൻറ്റ് എടുക്കാനുണ്ടായിരുന്നു. പുത്തനത്താണി പോയി അവിടുത്തെ പരിപാടി കഴിഞ്ഞു നേരെ തുവക്കാട്ടേക്ക്. ഇതാണ് പറഞ്ഞത്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു കാര്യം നടക്കില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താ, രാവിലെ മഴ, ഉച്ചയ്ക്ക് വെയിൽ, വൈകിട്ട് മഴ, ഇതാണ് അവസ്ഥ. അപ്പോഴത്തേനും സമയം 1 മണിയായി. നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ബിരിയാണിയൊക്കെ നിർത്തിയിരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, വേറെ നിവർത്തിയില്ല. ഇത് മാത്രമേ എനിക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനം. അപ്പോൾ ബിരിയാണി തിന്നു. നമ്മൾ അന്നത്തെ പരിപാടി കഴിഞ്ഞ് സമയം 2 മണി. ഇപ്പോൾ തിരൂരാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ, നമ്മൾ വിചാരിച്ചു ഒരു പ്ലാനും നടക്കില്ല. 2 മണി ഞങ്ങൾ തിരൂരെത്തി. അപ്പോഴാണ് വിളിക്കുന്നത് കോട്ടയ്ക്കെന്നൊരാൾ, ഇപ്പോൾ അർജൻറ്റായിട്ട് ഇവിടെ എത്തണം. എന്ത് ചെയ്യാനാണ്, അത്രയും നേരം കോട്ടയ്ക്കലൊക്കെ പോയി തുവക്കാടൊക്കെ പോയി തിരിച്ചെത്തിയതാണ്. വീണ്ടും കോട്ടയ്ക്ക്. അങ്ങനെ വീണ്ടും നമ്മൾ കോട്ടയ്ക്ക് പോയി. നൻപൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അവനെ വീണ്ടും കണ്ടു. നമ്മൾ വേറൊരു നൻപനെ കൂടി കാണിച്ചു തരാം. ഇതാണ് ശ്രീകാന്ത്, നമ്മളെ ബ്രാഞ്ചിലെ മെയിൻ ആളാണ് ശ്രീകാന്ത്. വലിയ പുള്ളിയാണ്, വഴിയെ മനസ്സിലാക്കി തരാം. അപ്പോൾ നമ്മൾ അവിടുത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊരു 5 മണി കഴിഞ്ഞ് 6 മണി അവനായി. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിച്ച് ഞങ്ങളിത് ആ വീട്ടിലേക്ക് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ ദിവസത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം 100 കിലോമീറ്ററിനടുത്ത് നിന്ന് റണ്ണുണ്ടായിരുന്നു. ബാക്കിയുള്ളത് വഴിയാണ് പറഞ്ഞാൽ.